സ്വരലയയുടെ കീബോർഡ് ക്ലാസ്സിന്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കോഡ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുന്നതാണ് കോഡ്സ്. കീബോർഡിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുന്ന കോഡ്സ്. ഇവിടെ നമ്മൾ മെലഡി വായിക്കും, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കോഡ്സ് വായിക്കും. രണ്ട് കൈ കൊണ്ടും ഒരേ സമയം വായിക്കും. കോഡ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ സ്വരസഞ്ചയം എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ നോട്ടുകൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒന്നും രണ്ടാവാം, മൂന്നാവാം, നാലാവാം, അഞ്ചാവാം, അങ്ങനെ എണ്ണം കൂടുതൽ ഒന്നിൽ കൂടുതൽ നോട്ടുകൾ ഒരേ സമയം ഒന്നിച്ച് വായിക്കുന്നതിനാണ് കോഡ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വായിക്കുന്നത് സി മേജർ കോഡാണ്. സി മേജർ കോഡ് നോട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സി മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുക. സി, ഡി, ഇ, എഫ്, ജി, എ, ബി. അങ്ങനെ അതിന് നമ്പർ ഇടുമ്പോൾ 1, 2, 3, 4, 5, 6, 7 സി മുതൽ ബി വരെ. അതിൽ 1, 3, 5 എന്നീ നമ്പറുകൾ ഒന്നിച്ച് വരുമ്പോൾ മേജർ കോഡായി. അപ്പോൾ ഇവിടെ നമ്മൾ സി മേജർ ആണ്. അപ്പോൾ സിയില് സി, ജി ആണ് വരിക. ഇത് നേരെ നമുക്ക് അതേ നോട്ടുകള്, ഇതും സി ആണ്. സി, ജി എന്ന നോട്ടുകൾ ഒന്നിച്ച് വന്നാൽ മതി. അപ്പോൾ അത് സി മേജർ കോഡ് ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ കോഡ് ജി മേജർ ആണ്. നമ്മൾ ജി മേജർ എന്ന് പറയേണ്ട കാര്യമില്ല, ജി എന്ന് പറഞ്ഞാൽ മതി. കോഡ് ജി എന്ന് പറഞ്ഞാൽ മതി, അല്ലെ സ്കെയിൽ ജി എന്ന് പറഞ്ഞാൽ മതി. കാരണം മൈനർ വരുമ്പോൾ, മൈനർ കോഡ് വരുമ്പോൾ നമ്മൾ ജി മൈനർ എന്ന് പറയും. മേജർ ആണെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ സി പഠിച്ച പോലെ തന്നെ ജി മുതൽ ജി, എ, ബി, സി, ഡി, ഇ, എഫ് വരെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 7 സ്വരങ്ങൾ. അതിൽ 1, 3, 5 എടുത്താൽ മേജർ കോഡായി. അപ്പൊ ജി ആവുമ്പോ ജി, ജി, ബി, ഡി ഒരു 1, 3, 5. ജി, ബി, ഡി. ഫിഫ്ത്ത് ഫിംഗർ ജിക്ക്, അതുപോലെ തേർഡ് ഫിംഗർ ബിക്ക്, ഫസ്റ്റ് ഫിംഗർ ഡിക്ക്. അപ്പൊ നിങ്ങൾക്ക് 2 കോഡാണെന്ന് പറഞ്ഞു തന്നത് സി മേജറും ജി മേജറും. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞ ഫിംഗർ വെച്ചിട്ട്, അതേ ഫിംഗർ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് വായിക്കുന്നത് കാണിച്ചു തരാം. സി, ജി, ജി, അടുത്തത് എഫ് മേജർ ആണ്. എഫ് മേജറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതേ നിയമം തന്നെ നമ്മൾ എടുക്കുക. 1, 3, 5 എഫ്, എ, സി, എഫ് എ സി. എഫ് എ സി വന്നാല് എഫ് മേജർ കോഡായി. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എഫ് മേജറിൽ ഫിംഗർ നമ്പർ ശ്രദ്ധിക്കുക. എഫിന് ഫസ്റ്റ് ഫിംഗർ, സിക്ക് സെക്കൻഡ് ഫിംഗർ, അതുപോലെ എ, എഫ് എ സി എന്നാ പറയുക. അത് എ, സി, എഫ് അങ്ങനെ പറഞ്ഞാലും അങ്ങനെ വായിച്ചാലും എഫ് മേജർ ആണ്. അത് പല പൊസിഷനിലും വായിക്കാം. പക്ഷെ ഈ 3 നോട്ടുകളും കറക്റ്റായിട്ട് വരണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഒരു നോട്ട് മാറിക്കഴിഞ്ഞാൽ കോഡ് മാറും, പാട്ടിന്റെ ഗതിയെ മാറും. അപ്പൊ അതിന് ആ പാട്ടിന്റെ പാടുന്ന നോട്ടുകൾക്ക് അനുസരിച്ചുള്ള കോഡാണ് നമ്മൾ വായിക്കേണ്ടത്. ഈ ലെസണിൽ കാണുന്നത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓരോ ബീറ്റ് വീതം, അതായത് എഫ്, 2, 3, 4 അങ്ങനെ വായിക്കണം. അല്ലാതെ 2, 3, 4 അങ്ങനെ വായിക്കാം. അങ്ങനെയാണ് പ്രോഗ്രാമിനൊക്കെ നമ്മൾ വായിക്കുന്നത് പാട്ടിന്റെ കൂടെ. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഫിംഗർ പെട്ടെന്ന് ആ പൊസിഷനിൽ ഫിംഗർ വരണം.
അതിനു വേണ്ടിയിട്ട് 1 2 3 4 അങ്ങനെ തന്നെ വായിക്കണം. അതുപോലെ ജി. ഇതുപോലെ ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.